Assalamualaikum, it's me Farfati and welcome back to my channel. So നമ്മളുടെ ഇന്നത്തെ റമദാൻ വിശേഷം കാണുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സർപ്രൈസിങ് വീഡിയോ ഉണ്ട്. അത് ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ വ്ളോഗ് കഴിഞ്ഞതിന് ശേഷം നടന്ന സർപ്രൈസ് ആണ്. അപ്പം ആ വീഡിയോ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് റമദാൻ വിശേഷം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഹാപ്പി ബർത്ത്ഡേ. ഇതിന് ആനാക്കിയ പൊക്കല്ലേ, ഞാനറിയില്ല. കേക്ക് കുറിക്കുമ്പോ പാടാ കെട്ട് വീണ എനിക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എന്റെ ഫ്രണ്ട് നല്ല ബ്രൗണി ആക്കി പോയി ആളെ അഭിപ്രായമാണ്. അപ്പൊ നമ്മളൊന്ന് അവിടെ തന്നെ എത്തിക്കാം. പക്ഷെ നമുക്ക് കേക്ക് ഞാൻ നിസ്കാരം ഹാമ്പറാ ഷർട്ട് ബോക്സ് അടിക്കാൻ കണ്ടു. ഞാൻ ഇതില് കുഞ്ഞാക്ക് കൊടുത്തി. ഞാൻ വീട്ടിൽ റമദാൻ ഹാമ്പർ എന്തോ അങ്ങനെ ഒരു ഇത് കാണുമ്പോ നമുക്ക് ഇത് റൈറ്റിങ്സ് തീർന്നിട്ടാ. മമ്മ പിടിച്ചാ മമ്മ കൊടുക്കും. മമ്മ കൊടുക്കും. Happy birthday to you. Happy birthday dear mama. കിളിയോയിട്ടേ ഇല്ലേ. ആ എടുക്കുന്നുണ്ട്. യേശു സോ യെസ് നമ്മൾ കണ്ടല്ലോ. അപ്പം ഇന്നലെ ആക്ച്വലി ഇന്ന് ടുഡേസ് മൈ ബർത്ത്ഡേ. അപ്പം 23rd March. ആൻഡ് അപ്പം ബർത്ത്ഡേന്റെ പരിപാടി ഇന്നലെ
12 മണിക്ക് ഫുൾ ബർത്ത്ഡേ ബ്ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, ബർത്ത്ഡേ പ്രമാണിച്ച് പരിപാടിയൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ഒരു റമദാൻ സാധാ നോർമൽ. അപ്പം ഫൈറു ഹാജി ആദ്യം ഉണ്ടാവും വിചാരിച്ചു. പിന്നെ അവര് എന്നാ വേറെ വൈബിന് വേണ്ടിയിട്ട് മറ്റേ റമദാൻ ഫെസ്റ്റ് ഉണ്ടാവലുണ്ട്. അപ്പൊ അത് തളിപ്പറമ്പിലേക്ക് അവര് പോകാൻ പോകുന്നു. അപ്പൊ അവരിന്ന് നോമ്പ് മുറിക്കില്ല. ആൻഡ് ബാക്കി നമ്മളെല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ റമദാൻ വിശേഷം കാണാം. അപ്പൊ ഉമ്മ ഫസ്റ്റ് ഐറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓപ്പറേഷനാ. ഇത് നമ്മ ഈ കായ ഈ പഴത്തിന്റെ ഉള്ളിൽ ഇത് മുട്ടപ്പണ്ടം ഇത് ഫില്ല് ചെയ്തില്ല. ഇതിന്റെ പേരെന്താന്നമ്മ ഇപ്പൊ പറയുന്നു? അങ്ങനൊന്നും അല്ലെങ്കിൽ പറയുന്ന പോലെ പറ. അല്ല അങ്ങനെയല്ല അമ്മ പറയില്ല. അമ്മ പറയലെന്നറിയാ കായ് നിറച്ചതെന്നാ പറയില്ല. ആക്ച്വലി ആ പഴം നിറക്കുന്നതാണ് സ്ലാങ്ങിൽ അങ്ങനെ അറിയും. അപ്പൊ ഇത് എന്നിട്ട് മൈദമാവല്ലേ, കട്ട് ചെയ്യും. ഇതിങ്ങനെ 1 2 3 അങ്ങനെ പീസ് ചെയ്തിട്ട് മൈദന്റെ ബാറ്റർ ആക്കിയിട്ട് അതിൽ മുക്കി പിടിക്കും അല്ല. എന്നിട്ട് നമ്മ അതിനെ കായ് നിറച്ചതെന്ന് പറയും. നല്ല പഴുത്ത പഴത്തിൽ ഈ മുട്ടപ്പണ്ടിട്ട് ചെയ്ത് നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ പൊരിക്കോ. അപ്പൊ പിന്നെയും വേറെ 2 ഐറ്റം ഉണ്ട്. ഇത് നമ്മളെ ചെമ്മീൻ്റെ കുറച്ചൊരു ഫില്ലിങ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ബ്രെഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഓൾറെഡി ഫില്ലിങ്സ് ആക്കി വെച്ച്. ഇത് ചിക്കൻ, ഇത് ഒരു ഐറ്റം പ്രോൺസിന്റെ. പിന്നെ ചിക്കൻ്റെ വേറൊരു ബോൾസ് ആക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചിക്കന് ഷ്രെഡ് ചെയ്ത് വെച്ചിന്. അപ്പം ഇത് ചെയ്യണം അത്ര. ആദ്യം പഴത്തിൻ്റെ പണി ഫിനിഷായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. യെസ്. അപ്പം ഉമ്മ ഇവിടുന്ന് ധ്യാൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന കറിപ്പാത്രം എടുത്തിട്ട് ബോർഡർ ഉണ്ടാക്കുകയാണ്. വരുന്നില്ല അങ്ങോട്ടേ. ബാക്കി താല്പര്യമില്ലാത്ത ആളെ കൂട്ടണ്ടോ? യേസുക്കാക്ക വന്നിട്ടുണ്ടോ അങ്ങനെ വെച്ചിട്ട്. അപ്പം ഇതിലാണ് നമ്മൾ പ്രോൺസിന്റെ ആ ഫില്ലിങ്സ് വെച്ചിട്ട് ഒരപ്പാക്കാൻ വേണ്ടി പോകുന്നു. യേസു ആക്കുമല്ലോ. ആവോ അത്? ആയിട്ട് ബോർഡറിൽ നോക്കണേ. അതിനാ അയ്യോ, ആടെ ചെറിയൊരു ഹോൾസ് ഒന്നല്ലേ ജുമ്പ. ഇത് ആക്കോ? ഹലോ ജുമ്പ, ഒന്ന് പരിപാടി. ഏത്? അതെന്ന് ഒരു പണിയും ഇല്ലാത്തോണ്ടില്ല പണി. ഹലോ ഹലോ, നീ എന്ത് പരിപാടി? അതെന്ത് പരിപാടി? അതെന്ന് അത് കൂട്ടും. അത് വിഗുവേ അവിടെ അതിന്റെ പണിയിൽ. ഓക്കെ, ഇതിപ്പോഴേ ആവോ? ഫിലിങ്സ് ഇടണ്ടേ? മതി, അതന്നെ. ബാക്കി ചെയ്യാൻ പറ. സോ നമ്മളെ പ്രിപ്പറേഷൻ ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ബീറ്റ് ചെയ്ത മുട്ടയിൽ ബ്രെഡ് ഒന്ന് ആദ്യം മുക്കും, എന്നിട്ട് ഫില്ലിങ്സ് ഇടും, എന്നിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കും. പിന്നെ ഡീപ് ഫ്രൈ. അതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ അമ്മ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കാരണം ഇന്ന് പുതിയാപ്പിള ഇല്ല നോമ്പോലിക്ക്. അതുകൊണ്ട് നമുക്ക് 2 ഐറ്റംസ് മാത്രമേ തരും. അപ്പൊ നമുക്കൊരു മധുരം ഒരു എരിവുണ്ട്, അതുകൊണ്ട് അതില്ല. ഇത് നമ്മള് ഫ്രീസ് ചെയ്യും. അയ്യോ, ഫ്രിഡ്ജ് ഓപ്പൺ ആക്കിയമ്മ. ഇല്ല, ആ ഗന്ധേരാണല്ലോ. അപ്പൊ നമ്മളുടെ പുറത്തുനിന്ന് വരേണ്ട 2 പേർ വന്നിട്ടുണ്ടെന്ന്. യെസ്, അപ്പൊ എല്ലാരും വന്നു. അപ്പൊ വന്ന് മുച്ചുപ്പാൻ വന്നു. ഇതൊന്ന് ഫ്രൂട്ട്സാ? ഓഹോ, ഇത് ഇവിടെ സെൻസ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഐറ്റം അവിടെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ഐറ്റത്തിന്റെ ബൗൾ ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് എന്തൊക്കെ ഇടാൻ പോകുന്നെന്ന് കാണിച്ചിരാവേ. ആൻഡ് ഇന്ന് ആക്കാൻ പോകുന്ന സാധനം വേറെ ഒന്നല്ല, ഷവർമ ബോൾ. അപ്പൊ നമ്മൾ സെക്കൻഡ് ആയിട്ട് ഇത് റെഡ് മയോണൈസ്. നോർമൽ മയോണൈസിനോട്
മുളകിൻ്റെ പൊടിയിട്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം ബാക്കി ഇൻഗ്രീഡിയൻസ്. ക്യാരറ്റ് ഉണ്ട്, പിന്നെ മല്ലിച്ചപ്പ്, ഉള്ളി. ഓക്കെ, ഇതെല്ലാം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും. ചിക്കനല്ല, അത് നമ്മൾ നോർമലി കുരുമുളക്, സോയ സോസ്, ഉപ്പിട്ടിട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്തു. പിന്നെ ബ്രെഡ് ഇട്ടിനല്ലേ. അപ്പോൾ ഇതെല്ലാം കൂട്ടിട്ട് പിടി കൊണ്ട് പിടിക്കണം. അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പരിവായിട്ടുണ്ട്. ഇത് നമുക്കിനി ബോൾസ് ആക്കി എടുക്കാം. പിന്നെ ജസ്റ്റ് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് ഡീപ് ഫ്രൈ അത്രേ ഇടും. ഇല്ല, അപ്പോൾ അതാ ഞാൻ ബോളാക്കി എടുക്കാം. സോ ദിയ ഓൺ എന്താ സ്റ്റേജ്. എക്സാം കഴിഞ്ഞിട്ട് വന്നതിൻ്റെ ക്ഷീണം മാറ്റി ഹെൽപ്പിങ്ങിന് ഇറങ്ങി വെച്ചിട്ടുണ്ട്. ഈ ബോളിന് അവിടെ തന്നെ വെച്ചാൽ അവർ കലമ്പാവൂലേ, മാറ്റണ്ടേ? സോ അതെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ജ്യൂസിന്റെ പണി എടുക്കാമല്ലോ. പിന്നെ ഇന്ന് സാലഡ് ഇല്ല അല്ലേ, ഇന്ന് ഫ്രൂട്ട്സ് ജസ്റ്റ് കട്ട് ചെയ്തിടാനാണ് പ്ലാൻ. അത് ഇത് തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ജ്യൂസ് ചെയ്യാം. ജ്യൂസ് ഉണ്ടല്ലോ, ജ്യൂസ് എന്തായാലും തീരുമാനിക്കട്ടെ. സോ ജ്യൂസിന് വരെ തീരുമാനമായി. അനാറ് 2 എണ്ണം മതിയായിരുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ, ആരും ഇല്ലല്ലോ, ഫയറും ഇല്ല, വാജിയില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഷെയ്ക്ക് വന്നു. സൈക്കിൾ മാമനെത്തി. അപ്പോൾ ഇത് ഷെയ്ക്ക് ആക്കും. ആൻഡ് അയ്യോ കയ്യിൽ നിന്ന് പോയി. വിത്തൗട്ട് ഷേക്ക് ലൈം മതി എന്നാണ് ഇപ്പം പറയുന്നത്. അപ്പം ലൈം വെക്കണം. അപ്പം ഇതിൻ്റെ പൊരിക്കൽ പ്രക്രിയ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് ബാറ്റർ ഇങ്ങനെ നമ്മൾ പീസാക്കി എടുത്ത് കോട്ട് ചെയ്യും. എന്നിട്ടിങ്ങനെ പൊരിച്ചെടുക്കും. മാമ ജ്യൂസ് ആക്കുന്നു. അപ്പൊ നമ്മള് അനാറില് ജ്യൂസ് തന്നെ വിപ്പിങ്ങില് ഇട്ടിട്ട് നടിക്കണം. പാലാണ് കേട്ടോ, അത്ര വിപ്പിംഗ് ക്രീമല്ല, നല്ല കട്ട പാലും കുറച്ച് വിപ്പിംഗ് ക്രീമും. പഞ്ചസാരയിട്ട് ആദ്യം നമ്മളൊന്ന് അടിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും നോക്കണ്ട, എടുത്ത് കുടിക്കേ വേണം. നമ്മുടെ സെക്കൻഡ് ഐറ്റം ലൈം ജ്യൂസ്. ആക്ച്വലി നമ്മൾ ലൈം ജ്യൂസ് ആക്കാറില്ല. ഇത് നോമ്പ് മുറിക്കുമ്പോൾ ഇത് കുടിക്കൽ മോശം എന്ന് പറയുന്ന കേൾക്കലുണ്ട്, അസിഡിറ്റിന്റെ പ്രശ്നം. പക്ഷെ ഇന്ന് ഉപ്പാക്കി ഒന്നും അറിയില്ല, ഭയങ്കര അപ്പം ലൈം കുടിക്കണം ഇതിലൊരു ബൂതിക്കാന്ന് ഇതാക്കുന്നില്ല. അപ്പം ഇങ്ങനെ ആക്കലില്ല, അതുകൊണ്ട് ലൈം ആക്കുന്നു. അതുകൊണ്ട് ആരും അതിനെ കുറിച്ച് ആരും കമന്റ് ചെയ്യേണ്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആക്കുന്നത് ദാഹം കൊണ്ട് പറഞ്ഞോണ്ട് ആക്കുന്നു. അത്രയും എന്നെ നീ ആക്കൂ. ഇത് വളരെ സിമ്പിളായി, ആരും ഇല്ലാത്തൊരു ചെറിയൊരു നോമ്പ്. ആരും ഇല്ലെങ്കിൽ നമ്മളെ വൈബ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. മതി, വേഗം കഴിക്ക്. സോ മാഷാഅല്ലാഹ് ഇത് കറക്റ്റ് സമയത്ത് തന്നെ എണീക്കണം. പക്ഷെ അതുവരെ പ്രിപ്പറേഷനിൽ വലിയ ബുദ്ധിമുട്ടാക്കില്ലെങ്കിലും നോമ്പ് പറയുന്ന ടൈം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും നോമ്പ് എങ്ങനെ ഇരിക്കട്ടെ. ഒരു കലമ്പയും ചെയ്യും, തലൂണിയും ചെയ്യും. ഇതാണ് ഇവരുടെ പരിപാടി. യെസ്, അപ്പൊ നോമ്പ് കഴിഞ്ഞു, സോറി നോമ്പ് തുറ കഴിഞ്ഞു. തുറയാതാ, നോമ്പ് തുറക്കുക പറയണ്ടേ. ഓക്കെ, അപ്പൊ ചായന്റെ പണി, ചായ ആ ബോൾസ് പൊരിക്കാനുണ്ട്. സോ എല്ലാ ഗ്രാൻഡ്മാന്റെയും ഒരേ ഒരു പണി എന്ന് പറയുന്നത് പേരക്കുട്ടികളെ തട്ടിയിരിക്കുക എന്നുള്ളതായത് കൊണ്ട് അത് ഞാനായിട്ട് കുറക്കുന്നില്ല. ചുമ്മാ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പൊ ഞാൻ ബോൾസ് പൊരിക്കാം. മറ്റേ നമ്മൾ ഓൾറെഡി പൊരിച്ചു വെച്ച്. സൈലൻസ് പ്ലീസ്. ഓക്കെ, അപ്പം നിസ്കരിച്ചിട്ട് വന്നിട്ട് നമ്മളുടെ അപ്പം റെഡിയാക്കി ചായ വെക്കണം. ഇന്ന് പയറു വാജി ഇല്ലെങ്കിലും അവിടെ യുദ്ധങ്ങളുടെ
സോ അവരത് ക്യാരി ഓൺ ആയിക്കോട്ടെ. നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി അടുത്ത പരിപാടിയിലേക്ക് പോകും. സോ നോമ്പ് രണ്ട് സമയം ആകുമ്പോഴേക്ക് ഉമ്മ നമ്മളുടെ പഴം പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് പോയതാണ്. അപ്പൊ നമ്മളുടെ ബോൾസ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പൊരിച്ചെടുക്കാം. സോ നമ്മളുടെ ഓയിൽ, അതായത് ഒരു മയോണൈസിന്റെ ഒരു സംഭവം ആയതുകൊണ്ട് വേഗം ആ വെച്ചൊരു ഷേപ്പിൽ കിട്ടും. നമ്മളൊന്ന് കൈയോടൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് പൊരിച്ചെടുക്കാം. യെസ്, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലെടുത്ത് മാറ്റാം. ബാക്കി തന്നെ ഉണ്ട് പൊരിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ പൊരിക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ പറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമ്മളുടെ ഇന്നലത്തെ ബർത്ത്ഡേ സർപ്രൈസ്. ഫയാസ് ഖാന്റെ കൂടെ നിന്ന് ആ ഗിഫ്റ്റ് ഇവിടെ എത്തിച്ചത് വേറെ ആളല്ല, ഫയാസ് ഖാന്റെ ഫ്രണ്ട് തന്നെയാണ്. ഷീബ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആ ബൊക്കെ പ്രിപ്പയർ ആക്കിയത് ഫൈറോ ആണ്. പക്ഷെ ഫൈറോന് അറിയില്ല അത് ഫൈറോ എനിക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രിപ്പയർ ആക്കുന്നത്. ഈവൻ ഞാൻ അടക്കം അതിനെ ഹെൽപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ ഷീവിത്ത വേറെ ഉമ്മാന്റെ നമ്പറിന് ഫൈറോന് മെസ്സേജ് അയച്ച് ഇങ്ങനെ ഒരു ബൊക്കെ വേണമെന്നെല്ലാം പറഞ്ഞിട്ട് വേറെ ഇവിടത്തേക്ക് ഒരു ഓർഡർ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഇവിടുന്ന് ഒരു 9 മണി ആ ടൈമാണ് അത് കൊണ്ടുപോയത് തന്നെ. അപ്പൊ ഫൈറോ അത് വണ്ടർ ആവുന്നുണ്ട്, ഇത് ഞാനാക്കിയ ബൊക്കെയല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഫൈറോ ഷീവിത്തവും ഇക്കാങ്കൂടിലെ സർപ്രൈസ് ആയിരുന്നു. ആൻഡ് ഞാൻ സർപ്രൈസ് ആകുന്നതിന്റെ കൂടെ തന്നെ ഫൈറോ സർപ്രൈസ് ആയി. കണ്ടിട്ടുണ്ടാവല്ലോ, അത് ഞാനാക്കിയ ബൊക്കെയല്ലേ. അവളെ ആദ്യം ബാക്കിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, അവളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തരുമ്പോഴാണ് അവളത് കാണുന്നത്. അപ്പം ആ ഫ്രണ്ടാണ് ഇക്കാരന്റെ കൂടെ നിന്നിട്ട് നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നത്. അപ്പം അതാരാണെന്ന് ജസ്റ്റ് കണ്ടതില്ല. അത് ഞാൻ ഫസ്റ്റ് പറയണമെന്ന് വിചാരിച്ചത് എനിക്ക് വിട്ട് ഇപ്പൊ വന്നറ ഞാൻ പറഞ്ഞതേ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളുടെ അപ്പൽ റെഡി. ഇനി ചായ വെക്കണം, ചായ കുടിക്കണം. ഓക്കെ, ചായന്റെ പണി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മള് ചായന്റെ കടികൾ ഇവിടെ ടേബിളിൽ സെറ്റ് ആക്കി ചായ വരുവാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ എന്ത് പറ്റില്ല ഫോണിലോ അതായത് നമ്മളുടെ ചായ പെരുത്തു കൈസ്. അപ്പൊ ഇതാദ്യ മുതലേ സ്റ്റാർട്ട് ചെയ്യാണ്. പാല് വരുത്തിട്ട് ചായ അങ്ങനെ തന്നെ മറിക്കേണ്ട വന്നു. അപ്പൊ ഇത് കുറച്ചും കൂടി ഒന്നും കൂടി ചായ പിന്നെ ഇത് ഫ്രഷപ്പ് ആയിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മള് വീണ്ടും ചായ റെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുടിക്കാം. മുട്ടായി അല്ലല്ലോ, ചായയിൽ ഇപ്പൊ കുടിക്കണ്ടേ. കാക്കുണ്ടയാ എന്നാ ഇപ്പൊ അപ്പം കഴിക്ക്. യെസ്, അപ്പം നമ്മള് ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ചായ കുടിക്കുന്നു, ഞാൻ ചായ കുടിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വ്ലോഗ് ആയിട്ട് വരുന്നതിലേക്കും ബൈ ബൈ. യേസു ബൈ ബൈ പറഞ്ഞില്ല, പറഞ്ഞോ ഒന്നും കൂടി പറഞ്ഞേ. ബൈ ബൈ പറ ആയോട് പറയാം. സിംഗിൾ ബൈ ഉള്ളൂ.